പ്രസ്ഥാനത്തിൻ്റെ തറവാടാണത്. സുന്നത്ത് ജമാഅത്തിൻ്റെ തറവാട്ടിലാണ് നമ്മളിരിക്കുന്നത്. ഇവിടുന്നാണ് നേരത്തെ തങ്ങളവറുകളും മറ്റൊക്കെ പറഞ്ഞതുപോലെ സുന്നത്ത് ജമാഅത്തിൻ്റെ തജ്ദീദ്, പുതിയ കാലത്തെ ഈ ഒരു ഉയർച്ചയ്ക്ക് നാന്ദി കുറിച്ചത് എന്നതാണ് ഈ തറവാടിൻ്റെ ഈ മുറ്റത്തിൻ്റെ പ്രത്യേകത. മഹാനായ ശൈഖുന മടവൂർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ജനിച്ച് വളർന്ന ഈ വീട്ടിൽ എന്തുകൊണ്ടും മഹാന്മാരുടെ സാന്നിധ്യമുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവർ ആ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ വരുന്നത്. നമുക്കറിയാം, ഈ വീട്ടിൽ വെച്ച് തുടക്കം കുറിച്ച ഖുതുബിയ്യത്ത്, ആ ഖുതുബിയ്യത്ത് തുടങ്ങാനുണ്ടായ കാരണം മഹാനായ ശൈഖുന ഈ വീട്ടിൽ ഒരു മജ്ലിസ് തുടങ്ങണമെന്ന് സ്വപ്നത്തിൽ നിർദ്ദേശം കൊടുത്ത അടിസ്ഥാനത്തിലാണ് ഖുതുബിയ്യത്ത് ആരംഭിക്കുന്നത്. CM അബൂബക്കർ സഖാഫിയോട് ഈ വീട്ടിൽ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ ഒരു മജ്ലിസ് ഉണ്ടാവണം, അതിന് തുടക്കം കുറിക്കണമെന്ന് സ്വപ്നം കാണിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ CM അബൂബക്കർ സഖാഫി എൻ്റെ പിതാവ് CP ഉസ്താദിൻ്റെ അടുത്ത് വരികയും CP ഉസ്താദിനോട് ഈ വിഷയം പറഞ്ഞപ്പോൾ എന്നാൽ നമുക്കൊരു ഖുതുബിയ്യത്ത് തുടങ്ങാം എന്ന് പറയുകയും ആ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഖുതുബിയ്യത്തിന് തുടക്കം കുറിക്കുന്നത്. വെറും ഈ ഒരു കോലായിൽ ഒരുമിച്ച് കൂടുന്ന കുറഞ്ഞ ആളുകൾ അങ്ങനെ തുടക്കം കുറിച്ച ആ ഖുതുബിയ്യത്ത് ഇന്ന് ഒരുപാട് ആളുകളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരമുള്ള മജ്ലിസായി നിലനിൽക്കുകയാണ്. നൂറുകണക്കിന് ആളുകൾ പല ഭാഗത്തു നിന്ന് വന്നു ചേർന്ന് ആ ഖുതുബിയ്യത്തിൽ പങ്കെടുത്ത് സായുജ്യമടഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ ഇത് മഹാനവറുകളുടെ സന്നിധാനമാണ്. ഇവിടെ സംഘടനാ പ്രവർത്തനത്തെ സംബന്ധിച്ച് വിശാലമായി അനസമാനി ഉസ്താദ് നമ്മളോട് സംസാരിച്ചു. ഈ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് അതെന്തോ പുറത്തുള്ളൊരു സംഗതിയാണെന്നും കുറേ ദിക്ർ ചെല്ലലും ഖുതുബിയ്യത്ത് ചെല്ലലും റാത്തീബ് ചെല്ലലും അത് വേറെ കുറേ ആളുകൾക്കുള്ളതാണെന്നും ഇങ്ങനെയൊന്നും ദീനിൽ യാതൊരു വിവേചനവും ഇല്ല. പരിശുദ്ധ ദീനിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. സമൂഹത്തിന് ആവശ്യമുള്ള എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതൊക്കെ നിർവഹിച്ചു കൊടുക്കുക. അതാണ് ശരീരത്തിന് ആവശ്യമുള്ള രോഗബാധിതരായ ആളുകൾക്ക് സാന്ത്വന പ്രവർത്തനം നടത്തുക, ഭക്ഷണം കൊടുക്കുക, അതൊക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ആത്മാവിന് ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള ചികിത്സയാണ് ദിക്റിൻ്റെ മജ്ലിസ്, റാത്തീബിൻ്റെ മജ്ലിസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ രണ്ടും ഒന്നിച്ചു കൊടുക്കാനുള്ള ഒരു വേദിയാണ് ഈ പ്രാസ്ഥാനിക വേദി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾക്ക് പറ്റാത്തതായിട്ട് ഉള്ള ഒരു ദിക്ർ അത് നമുക്ക് വേണ്ട. പ്രസ്ഥാനത്തിൻ്റെ ആളുകൾക്ക് പോകാൻ പറ്റാത്ത
ഒരു റാത്തീവാണോ? അവിടെ നമ്മൾ പോവേണ്ടതില്ല. എന്നാൽ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ തന്നെയാണ് ഈ റാത്തീവ് നിലനിർത്തേണ്ടതും ഖുതുബിയത്ത് നിലനിർത്തേണ്ടതും ദിക്ർ ഹൽക്ക നടത്തേണ്ടതും എല്ലാം. സംഘടനാ പ്രവർത്തനം, അതുകൊണ്ട് സംഘടനാ പ്രവർത്തകനായതുകൊണ്ട് ദിക്റിന് പോകാൻ സമയം കിട്ടുന്നില്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല. സംഘടനാ പ്രവർത്തകനായതുകൊണ്ട് റാത്തീബിന് പോകാൻ കഴിയുന്നില്ല എന്ന് അതും പറയാൻ പാടില്ല. രണ്ടും ഒരേപോലെ കൊണ്ട് നടന്നവരാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ. മഹാനായ ശൈഖുന ഉസ്താദ് AP ഉസ്താദാണല്ലോ ഇപ്പോൾ നമ്മളെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന് പറയുന്നത്. ഉസ്താദിൻ്റെ വീട്ടിൽ എല്ലാ മാസവും ഒരു മജ്ലിസ് നിർബന്ധമായി നടക്കും. അത് വാപ്പച്ചി ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഹീദ്ദീൻ റാത്തീബ് അല്ലെങ്കിൽ ഖുതുബിയത്ത് ചെല്ലാത്ത ഒരൊറ്റ മാസം ഉണ്ടാവില്ല. അത് പറയൽ തന്നെ AP ഉസ്താദ് ഇങ്ങനെ ഓടുന്ന ആളായതുകൊണ്ട് ഉസ്താദിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആളുകൾ നമ്മളാണെന്ന് പറഞ്ഞിട്ടോ ഉസ്താദ് CP ഉസ്താദ് പോയിട്ട് ഖുതുബിയത്ത് ചൊല്ലിക്കൊടുക്കുക എല്ലാ മാസവും. വേറെ ആരും പറഞ്ഞിട്ടൊന്നുമല്ല, ഉസ്താദ് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുമല്ല. CP ഉസ്താദ് കാന്തപുരത്ത് വീട്ടിൽ പോയിട്ട് ഒരു മജ്ലിസ് ഒരു മാസത്തിൽ നടത്തിയിരിക്കും. അങ്ങനെയാണ് വടകര മുഹമ്മദ് തങ്ങൾ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കാന്തപുരത്ത് വീട്ടിൽ വന്ന് AP ഉസ്താദ് നേരിട്ടിരുന്ന് ഷാദുലിയുടെ മജ്ലിസ് സ്ഥാപിച്ചത് AP ഉസ്താദിൻ്റെ വീട്ടിൽ. ആ ഷാദുലി ഹൽക്കയാണ് ഇന്നും CP ഉസ്താദിൻ്റെ മക്കൾ കൊണ്ടു നടക്കുന്ന ഈ ഷാദുലി മജ്ലിസ്. ഇവിടെ നാളെ നടക്കാൻ പോകുന്ന മജ്ലിസ് CP ഉസ്താദിന് AP ഉസ്താദിൻ്റെ വീട്ടിൽ വെച്ച് വടകര മുഹമ്മദ് തങ്ങൾ നേരിട്ട് ഏൽപ്പിച്ചു കൊടുത്തതാണ്. CP ഇത് നിങ്ങളെ കുട്ടികളും നിങ്ങൾ നടത്തണം. മാത്രമല്ല എന്നോട് പറഞ്ഞു, വടകരയിൽ വരണം, തിരൂരിൽ വരണം, കുട്ടികളെ പറഞ്ഞേക്കണം, ബെയ്ത്ത് പഠിപ്പിക്കണം, റാത്തീബ് ചൊല്ലിക്കണം എന്ന് പറഞ്ഞയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ദർസിലെ കുട്ടികളെ പറഞ്ഞയച്ചു, റാത്തീബ് പരിശീലിപ്പിച്ചു. ഇന്ന് CP ഉസ്താദിൻ്റെ കുട്ടികൾ എവിടെയൊക്കെ റാത്തീബ് നടത്തുന്നുണ്ടോ അത് സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാനപരമായ വേദിയിൽ മാത്രമായിരിക്കും. ആ റാത്തീബ് എന്തിനു വേണ്ടിയാണ്? അതേ സമയത്ത് CP ഉസ്താദിൻ്റെ എല്ലാ മക്കളും സംഘടനാ പ്രവർത്തകർ തന്നെയാണ്. ഞാൻ എന്നെ പറയല്ല, എല്ലാ ആളുകളും CP ഉസ്താദിൻ്റെ ശിഷ്യന്മാരായ മുഴുവൻ ആളുകളോടും സംഘടനാ പ്രവർത്തനത്തിന് ഒന്നാമതായിട്ട് മുന്നിട്ടിറങ്ങാൻ വേണ്ടിയാണ് ഉസ്താദിൻ്റെ നിർദ്ദേശം. അതാരുടെ നിർദ്ദേശമാണ്? അത് AP ഉസ്താദിൻ്റെ നിർദ്ദേശമാണ്. ഞങ്ങളോട് ദർസ് പറയായിരുന്നു CP ഉസ്താദ്, എനിക്ക് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും എൻ്റെ ഷെയ്ഖ് AP ഉസ്താദാണ്. ആ ഷെയ്ഖിൻ്റെ ഷെയ്ഖ് ആരാണ്? മടവൂർ ഷെയ്ഖിനെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്നാണ്, കണക്റ്റഡാണ് പരസ്പരം. അപ്പോൾ ഇവർ നിലനിർത്തിയ സുന്നത്ത് ജമാഅത്തെ നമുക്ക് വേണ്ടേ. അതൊക്കെ ഒഴിവാക്കിയിട്ടുള്ളൊരു സുന്നത്ത് ജമാഅത്ത് അത് നമുക്കില്ല. റാത്തീബ് വേണം, മൗലൂദ് വേണം, ഖുതുബിയത്ത് വേണം, ഉറക്കെ ചെല്ലണം. അതാ നമുക്ക് മൗലൂദാണെങ്കിൽ അത് ഉറക്കെ ചെല്ലിക്കണം, ഖുതുബിയത്ത് ഉറക്കെ ചെല്ലുക. അവിടെ നിന്നാണ് അല്ലേ മുറ്റത്. ഇവിടെ ചിലപ്പോൾ 10 ആളെ ഉണ്ടാവും, പക്ഷേ ആ മടവൂർ അങ്ങാടിയിലോ കേൾക്കുന്ന ഒച്ചത്തിലാണ് വീണ് ഖുതുബിയത്തില്ല. അതിങ്ങനെ ചെല്ലണം. അങ്ങനെയാണ് നമ്മളെ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനം ഉറച്ച വിശ്വാസത്തിലാണ് നമ്മളുള്ളത്. അതിന് വേറൊരു ഷെയ്ഖ് ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാലും നമുക്ക് യാതൊരു ചലനവും ആവശ്യമില്ല. അത് ഇറങ്ങിക്കോട്ടെ, അതിനെന്തിന് നമ്മൾ അവർ വന്നോട്ടെ, ആരോ വന്നോട്ടെ, പോയിക്കോട്ടെ. നമുക്കൊരു ഷെയ്ഖുണ്ട്, തീരാ പോരീശ ഉള്ളൊരു ഷെയ്ഖിനെ വിട്ടേച്ചെവിടേക്ക് പോകുന്നു ലോകരെ. മഹാനവർ ചോദിച്ചില്ലേ, ഇത്ര പോരിശുള്ളൊരു ഷെയ്ഖ് ഇവിടെ ഉണ്ടായിരിക്കെ അത് വിട്ട് നമ്മളിങ്ങനെ ഓടുകയാണ്. യക്കീനില്ല, നമുക്ക് ഉറപ്പില്ല, നമുക്ക് ഒന്നിലും ഉറപ്പില്ല. ഉറക്കണം നമ്മൾ. മടവൂർ ഷെയ്ഖുനാനെ പോലെ 300, അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ അഥവാ ഇനി വരുന്ന നൂറ്റാണ്ടിലും ഇത്ര പോരിശുള്ളൊരു മഹാൻ അഥവാ എത്രമാത്രം മഹാനവറുകളുടെ പോരിശ നമുക്കാർക്കും അറിയില്ല. അങ്ങനത്തെ ഒരു ഷെയ്ഖിനെ നമ്മളെ മുന്നിൽ നമ്മളെ മഹാന്മാരായ ഉസ്താദുമാർ പരിചയപ്പെടുത്തിയതാ, നിങ്ങൾ അവിടെ പോയിക്കോളൂ, ഷെയ്ഖുനായ ദുആർപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു തന്നിട്ട് അത് വിട്ടിട്ട് നമ്മൾ എവിടെയും പോവേണ്ടതില്ല. അതാണ് ഞാൻ പറഞ്ഞൊരു ചുരുക്കം. അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, അത് മഹാനായ ഷെയ്ഖുന മടവൂർ റളിയല്ലാഹു അൻഹും ഷെയ്ഖുന കാന്തപുരം ഉസ്താദും മഹാനായ ഉള്ളാളത്തെ തങ്ങളും MA ഉസ്താദും ചിത്താരി ഉസ്താദും തുടങ്ങി എല്ലാ പണ്ഡിതന്മാരും മശായിഖന്മാരും വടകരോറും. ഇപ്പോൾ വടകരോറ മജ്ലിസൊക്കെ ചില ആളുകൾ പോയിട്ട് ഏറ്റെടുക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ചില സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഷെയ്ഖുനാടെ
വടകരോറ് പറഞ്ഞിട്ടുണ്ട് SSFൻ്റെ കുട്ടികളോട്. മർക്കസിൻ്റെ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, SSFൻ്റെ കുട്ടികളെ നിങ്ങൾക്ക് അർശിൻ്റെ തണലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ വേണ്ടേ? അത് പഠിപ്പിച്ച ശൈഖുന വടകരോറുടെ മജ്ലിസിൽ ആര് പോയാലും അവർക്ക് പോയി സിയാറത്ത് ചെയ്ത് പോരാം. അത് ഔലിയാക്കന്മാരെ മജ്ലിസിൽ അവർ പോയിക്കോട്ടെ. പക്ഷെ ഇത് അത് ഞങ്ങളതാണ്, അത് ഞങ്ങൾ മാത്രമാണ് എന്ന രൂപത്തിലൊക്കെ ചില പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അതാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അങ്ങനെ പലരും ശ്രമിച്ചിട്ടുണ്ട്. മഹാന്മാർ തന്നെ അത് ഇല്ലാതാക്കിക്കൊള്ളും, അവരെ നീക്കിക്കൊള്ളും. അത് പലയിടത്തും അങ്ങനെ കയറാൻ ശ്രമിച്ചിടത്തുനിന്നൊക്കെ അത് മഹാന്മാർ വളരെ തന്ത്രപരമായി നീക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മഹാന്മാരുടെ സാന്നിധ്യത്തിൽ അനധികൃതമായിട്ട് ഒരാൾക്ക് ഒന്നും നടത്താൻ കഴിയില്ല, കഴിക്കാനും കഴിയില്ല. അതാണ് അവരുടെ കറാമത്ത് എന്ന് പറയുന്നത്. സുന്നത്ത് ജമാഅത്തിനെന്നും അവിടെ അടിസ്ഥാനമുണ്ടാകും, ഉറപ്പുണ്ടാകും. അതിൽ ഉറച്ചു നിൽക്കുക.